അദൃശ്യനായ ഈ മനുഷ്യനെ വിസിബിൾ ആക്കാൻ ഒരു റബ്ബർ പോലുള്ള ദ്രാവകം കൊണ്ട് പൊതിയുകയായിരുന്നു. ദ്രാവകം കട്ടിയായപ്പോൾ സയന്റിസ്റ്റ് ശ്രദ്ധാപൂർവം അയാളുടെ വായക്കും കണ്ണിനും കാണാനും സംസാരിക്കാനും പാകത്തിൽ ദ്വാരങ്ങളുണ്ടാക്കി. അങ്ങനെ അയാളെ എല്ലാവർക്കും വിസിബിൾ ആയി കാണാൻ കഴിഞ്ഞു. ആ സമയം ഡോക്ടർമാർ അയാളെ പെർമനന്റ് ആയി വിസിബിൾ ആക്കാനുള്ള വഴി കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ലബോറട്ടറിയിലെ ജീവിതം അയാൾക്കും അടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു രാത്രി അയാൾ പതിയെ പുറത്തു ചാടി. പുറത്തെത്തിയപ്പോൾ അയാൾക്കിഷ്ടമുള്ളത് എന്തും ചെയ്യാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അയാൾ വെറുതെ തെരുവിലെ കുട്ടികളെ പേടിപ്പിക്കുക മാത്രമല്ല ചെയ്തത്. ഒരു ജനലിലൂടെ ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടപ്പോൾ ഒരു ദുഷ്ടചിന്ത അയാളുടെ മനസ്സിൽ തോന്നി. അയാൾ തന്റെ റബ്ബർ കയറുകൾ ഊരിവെച്ച് സ്ത്രീയുടെ വാതിലിൽ ബെല്ലടിച്ചു. അവൾ ഹോളിലൂടെ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അവൾ വാതിൽ തുറന്നു. ആ മനുഷ്യൻ ഇതിനകം അവളുടെ കിടപ്പുമുറിയിലേക്ക് കടന്നിരുന്നുവെന്ന് അവൾ അറിഞ്ഞില്ല. എന്തോ കുഴപ്പമുണ്ടെന്ന് സ്ത്രീക്ക് മനസ്സിലായപ്പോഴേക്കും വൈകിയിരുന്നു. അതേസമയം ലബോറട്ടറിയിലെ ഉദ്യോഗസ്ഥ അയാൾ രക്ഷപ്പെട്ടു എന്ന് ഉടൻ കണ്ടെത്തി. അവൾ അയാളുടെ വീട്ടിലേക്ക് പാഞ്ഞെത്തി. പക്ഷേ അവിടെ ചിതറിക്കിടക്കുന്ന ഉപേക്ഷിച്ച ചർമ്മം മാത്രമാണ് കണ്ടത്. ആ മനുഷ്യൻ പൂർണ്ണമായും തെമ്മാടിയായെന്ന് വ്യക്തമായി. അവൾ തിടുക്കത്തിൽ ലാബിലേക്ക് പോയി എല്ലാവർക്കും ഒരു കൈതോക്ക് നൽകി. എന്നാൽ ആ നിമിഷം ആ മനുഷ്യൻ പെട്ടെന്ന് അവരുടെ പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു.